വില്യം സിൽക്വർത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് സ്ലിപ്സ് ആൻഡ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ പുനർപതനവും മനുഷ്യ സ്വഭാവവും എന്ന് പറയുന്ന ഒരു ലേഖനം. അതിനകത്ത് ഈ ആൽക്കഹോളിക് എന്ന് പറയുന്നത് ഒരു സിക്ക് പേഴ്സൺ ആണെന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ടെക്നിക്കിലൂടെ അദ്ദേഹത്തിന് ആ രോഗത്തെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അത് സാധാരണ മറ്റൊരു ഡയബറ്റീസ് രോഗി അറസ്റ്റ് ചെയ്ത് തന്റെ രോഗത്തെ അറസ്റ്റ് ചെയ്തെടുത്തുന്നത് പോലെ സാധാരണ മാത്രമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്കിന് അവന്റെ മനുഷ്യ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മറ്റ് സ്ലിപ്പുകളിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ചിലരെല്ലാം ആൽക്കഹോളിക് ബിഹേവിയർ എന്ന് പറയുന്നത് അത് ആൽക്കഹോളിക് ബിഹേവിയർ അല്ല, സാധാരണ എല്ലാ മനുഷ്യനുള്ള നേച്ചർ തന്നെയാണ് ഒരു ആൽക്കഹോളിക്കിനുള്ളത് എന്നും അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ലിക്വിഡ് അഡിക്റ്റ് ആയിട്ടുള്ള ആള് അദ്ദേഹത്തിന് വൈകാരികവും ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആൽക്കഹോളിസത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. ഇതേ സ്വഭാവം തന്നെ ഒരു പക്ഷെ നോൺ ആൽക്കഹോളിക്കിന് സംഭവിക്കാം. അതെല്ലാം മനുഷ്യന്റെ സ്വഭാവമാണ്, മനുഷ്യ സ്വഭാവമായിട്ടാണ് സിൽക്വർത്ത് വിവരിക്കുന്നത്. ആൽക്കഹോളിക്ക് മറ്റൊരു മനുഷ്യരെ പോലെ വ്യത്യസ്തനായിട്ട് ചിന്തിക്കാനായിട്ടാണ് ശ്രമിക്കുക, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മനുഷ്യ സ്വഭാവത്തിനെ ഒരു നല്ല രീതിയിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിലാക്കുക എന്നുള്ളതാണ് മോറൽ സൈക്കോളജി വഴി ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നത്. അപ്പോ ഈ ആൽക്കഹോളിസത്തെ മറ്റ് TB പേഷ്യൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഉള്ളത്. ഒരു TB പേഷ്യന്റ് സാനിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഡോക്ടർ നൽകുന്ന ഇൻസ്ട്രക്ഷനെ പോലെ തന്നെ ഒരു പ്രത്യേകിച്ച് അവരോട് പറയും ധാരാളം മിൽക്ക് കുടിക്കണം, പാല് കുടിക്കണം, സ്മോക്കിങ്ങിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന പോലെ ആൽക്കഹോളിക്കിനും സ്വയം പാലിക്കേണ്ട ഒരുപാട് അല്ലെങ്കിൽ വർഷങ്ങളോളം പാലിക്കേണ്ട ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്. അതിൽ മൂലമാണ് അയാൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങണമെന്ന് പറയുന്ന രോഗി ചിലപ്പോൾ ആദ്യം 9 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന ആൾ പിന്നെ 10 മണിക്കാക്കും. അങ്ങനെ പല സമയങ്ങളിൽ അയാൾ ലേറ്റ്ലി അവർ പിന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു ഉദാഹരണം മാത്രമായിട്ടാണ് സിൽക്വർത്ത് പറയുന്നത്. അങ്ങനെ മറ്റു പല രോഗങ്ങളെ പോലെ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പല രോഗങ്ങളെ പോലെ തന്നെ മദ്യാസക്തിക്കും ചില അവോയ്ഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ചില എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ മറ്റേ ഹാർട്ട് അറ്റാക്ക് രോഗികളോട് നമ്മൾ പറയും കട്ടിയായിട്ടുള്ള എക്സസൈസ് ഒഴിവാക്കണം, സ്മോക്കിംഗ് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്തരം രോഗികൾ ഇപ്പൊ ഇവഞ്ചലി കുറെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് വീണ്ടും പഴയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ മറവിയുടെ അസുഖം വരും. അങ്ങനെ വീണ്ടും അദ്ദേഹം വീണ്ടും കുടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ TB രോഗികളെ കുറിച്ചും മറ്റേ ഹാർട്ട് അറ്റാക്ക് രോഗികളെ കുറിച്ചും അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് അസുഖം ഉണ്ടാകുന്നവരെ കുറിച്ചുമുള്ള ഒരു കമ്പാരിസണിലൂടെ ആൽക്കഹോളിക്കിനെ പറഞ്ഞുകൊണ്ട് ഒരു സെൽഫ് നോളജിലൂടെ നമുക്ക് ഈ സീരിയസ് ഡിസീസിൽ നിന്ന് മാറാൻ കഴിയും. അങ്ങനെ നമുക്കൊരു ഓവർ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് ഈ സ്ലിപ്പ് എന്ന് പറയുന്ന ലേഖനത്തിൽ സിൽക്വർത്ത് പറയാൻ ആഗ്രഹിക്കും. അദ്ദേഹത്തിന്റെ ആ ലേഖനത്തില് പുനർപതനത്തിന്റെ കാര്യം നാം വിചാരിക്കുന്നത് പോലെ അത്ര നിഗൂഢമൊന്നുമല്ല. വർഷങ്ങളായിട്ട് മദ്യപാനം ഉപേക്ഷിക്കുകയും സമൂഹത്തിലും സഹജീവികളുടെ ഇടയിലും മാന്യമായ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്ത ഒരാൾ പെട്ടെന്ന് അതെല്ലാം പ്രതാപിലാക്കിക്കൊണ്ട് മദ്യത്തിലേക്ക് വീഴുന്നതും അവൻ്റെ എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കുന്നതും ആപൽക്കരമായ വിധത്തിൽ മദ്യത്തിൽ മുഴുകുന്നതും കാണുമ്പോൾ നമുക്കിത് അസാധാരണവും വിചിത്രമൊക്കെ തോന്നാം. കാരണം ലളിതമാണ്. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ കുടിയന്മാരുടെ ചില സ്വഭാവ വിശേഷങ്ങളെ അവരുടേത് മാത്രമായി കാണരുത്. മാനസികവും വൈകാരികവുമായിട്ടുള്ള ചില സ്വഭാവ വൈകല്യങ്ങളായിട്ടുള്ള കുടിയന്മാരുടെ പ്രത്യേകതയായി കാണുന്നത് അത് അവർ മനുഷ്യരായതുകൊണ്ടാണ്. ഇത്തരം പ്രത്യേകതകൾ കുടിയന്മാരല്ലാത്തവർക്കും ഉണ്ട്. മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മറ്റു പല രോഗങ്ങളെന്ന പോലെ പുനർപതനം ഒരു വീഴ്ചയാണ്. അത് പുറകോട്ടുള്ളൊരു വീഴ്ചയാണ്. സാധാരണ പുനർപതനം സംഭവിക്കുന്നത് തൻ്റെ ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ
പ്രോഗ്രാം മനസ്സിലാവാത്തത് കൊണ്ടും ചില നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടുമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹൃദ്രോഗി കോവണിപ്പടി കയറരുത്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അയാൾ കയറും. ചിലപ്പോൾ അയാൾ സ്വല്പം പുകവലിക്കും, അത് സ്വല്പം മദ്യം കഴിച്ചു തുടങ്ങും. അങ്ങനെ അയാൾ വീണ്ടും പഴയ വീഴ്ചയിലേക്കും മരണത്തിലേക്കും തിരിച്ചു പോകും. അപ്പോൾ ഈ ഹൃദയരോഗിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് മദ്യാസക്ത രോഗിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വെച്ച് പുലർത്തിയിട്ട് മാരകമായ ഒരു രോഗത്തിൻ്റെ ഇരയാണ് താനെന്ന കാര്യം മറന്നുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പുറകോട്ട് പോകുന്നു. എയിലൂടെ കുടി തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആള് വീണ്ടും കുടിച്ചുകൊണ്ട് പിന്നോട്ട് പോകുന്നു. കുടിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ അയാൾ തെറ്റായി ചിന്തിച്ചു തുടങ്ങുന്നു. നമ്മൾ ഒരു ഹൃദയരോഗിയുടെ സ്വഭാവം അല്ലെങ്കിൽ ക്ഷയരോഗിയുടെ സ്വഭാവം എന്ന് പറയാത്തതുപോലെ തന്നെ ഹൃദ്രോഗിയുടെ സ്വഭാവം മദ്യപാസക്ത രോഗിയുടെ സ്വഭാവം എന്ന് പറയേണ്ടതില്ല. കാരണം ഈ പുനർപതനം എന്ന് പറയുന്നത് അതൊരു ഭ്രാന്തമായ അവസ്ഥയല്ല. പാലിക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ചില ടെക്നിക്കുകളും തന്ത്രങ്ങളും വശമാക്കുന്ന ഈ കുടിയൻ അതിലെ തത്വങ്ങളും മൂലങ്ങളും പിൽക്കാലത്ത് അവഗണിക്കുന്നു. നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് അയാൾ അശക്തനാകുന്നു. ഇത് അയാൾ കുടിയനായതുകൊണ്ടല്ല, ലോകത്തിലെ മനുഷ്യനായതുകൊണ്ടാണ്. പലപ്പോഴും നിയമങ്ങളും നിബന്ധനകളും പാലിക്കാനായിട്ട് മനുഷ്യന് ഇഷ്ടമല്ല. അവ പലപ്പോഴും നിഷേധിക്കുകയും അല്ലെങ്കിൽ നിഷേധിക്കാവുന്ന നിബന്ധനകളായിട്ട് അവന് ചിലപ്പോഴൊക്കെ തോന്നാം. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങൾ മിക്കവാറും വളരെ ലളിതമാണ്. അത് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ കുടിയൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്, കുടിയന് ചിലപ്പോൾ ശാരീരിക പ്രത്യേകതകളൊക്കെ ഉണ്ടാകാം, പക്ഷേ അവൻ്റെ പ്രശ്നങ്ങൾ മറ്റു മനുഷ്യർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അവൻ്റെ മനസ്സ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ പോലെ അല്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമെങ്കിലും ഒരു ശക്തമായ പ്രതിരോധം പല കാര്യങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് അവന് കഴിയുന്നില്ല. അപ്പോൾ അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തത്വങ്ങൾ പാലിക്കുക മാത്രമാണ് അയാൾക്കുള്ള രക്ഷ. അപ്പോൾ ഇതൊരിക്കൽ നമ്മുടെ മദ്യപാനി എന്ന പേരിൽ 12 സ്റ്റെപ്സ് മാഗസിനിൽ വന്നതാണ്. നമുക്ക് ഇത് അത്താണി ഗ്രൂപ്പ്, പുൽപ്പള്ളിയിലുള്ള അത്താണി ഗ്രൂപ്പ് ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തർജ്ജമ ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒത്തിരി വായനയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ. സിൽക്ക് വോർത്തിനെ പറ്റി പരാമർശിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് വെച്ചാൽ ബില്ലിൻ്റെ കഥയിലാണ്. അതുകൂടാതെ എയെ പറ്റി വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്ന മലയാളം ബിഗ് ബുക്കിൻ്റെയും ഇംഗ്ലീഷ് ബിഗ് ബുക്കിൻ്റെയും അവസാന ഭാഗത്ത് ഡോക്ടർ ഫെസ്റ്റർ കെന്നഡി പറയുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിനെ അംഗീകരിച്ചുകൊണ്ട് ഡോക്ടർ സിൽക്ക് വർത്ത് എഴുതിയ മുഖക്കുറിപ്പിന് ശേഷം ലോകം മുഴുവനുമുള്ള വൈദ്യശാസ്ത്ര സംഘടനകളും ചികിത്സകരും അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ന്യൂയോർക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ സൊസൈറ്റിയുടെ വാർഷിക യോഗത്തിൽ അവതരിപ്പിച്ച, അതായത് 1940 അവതരിപ്പിച്ച എയെ പറ്റിയുള്ള പ്രബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്ടർമാരുടെ ഉദ്ധരണികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞ് എല്ലാ ഡോക്ടർമാരുടെയും കുറേ ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം സഹായങ്ങളെല്ലാം നൽകിയത് സിൽക്ക് വർത്താണ്. അപ്പോൾ സിൽക്ക് വർത്തിനെ നന്ദിയോടെ ഓർക്കാം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ നേരിട്ടുള്ള ആദ്യത്തെ ഡോക്ടറാണ് ഡോക്ടർ സിൽക്ക് വർത്ത്. ഒരു നോൺ ആൽക്കഹോളിക് ആയിരുന്നെങ്കിൽ പോലും ഒരു ആൽക്കഹോളിക്കുകളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ടു ഡോക്ടർ കാൾ ജങ്ങിനെ പോലെ തന്നെ ഒരുപാട് സഹായം സിൽക്ക് വർത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡിൽ 1935 to 1939 3-4 വർഷം നമ്മൾ അന്ധകാരത്തിൽ പറക്കുകയായിരുന്നു, ലക്ഷ്യമില്ലാതെ പറക്കുകയായിരുന്നു. അവിടെ നമ്മളെ സഹായിച്ചത് ഡോക്ടർ സിൽക്ക് വർത്താണ്. സിൽക്ക് വർത്തിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ സിൽക്ക് വർത്തിനെ കുറിച്ചുള്ള ഈ ചരിത്ര ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് ഹാങ് പിയെ കുറിച്ച് അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നന്ദി.